നമ്മുടെ ട്രംപ് പിണങ്ങി. നമ്മുടെയൊക്കെ ഈ കൊച്ചുമക്കൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനാണെങ്കിൽ ഞാൻ കളിക്കൂല, ഇങ്ങനാണെങ്കിൽ ഞാൻ കളിക്കാനില്ല, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വാപ്പിയെ ഇഷ്ടമല്ല, എനിക്ക് ഉമ്മിയെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് പോലെ ട്രംപ് ചിണുങ്ങാനും പുണങ്ങാനും ഒക്കെ തുടങ്ങി. അദ്ദേഹം നാറ്റോ രാജ്യങ്ങളോട് ഇനി ഹോർമസ് കടലൊടുക്ക് തുറക്കാൻ ഞാനില്ല, യുദ്ധം വേണമെങ്കിൽ നിർത്തിയേക്കാം, നിങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പെട്രോൾ വാങ്ങുക, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ പോയി തുരന്നെടുക്കുക, ഞാൻ കൂട്ടില്ല, ഞാൻ മുണ്ടൂല്ല. യോടാ തക്കടി മുണ്ടാ, ഇങ്ങനെ പിണങ്ങല്ലേ. ട്രംപ് വല്ലാണ്ട് പുണങ്ങിയത്രേ. ട്രംപ് നാറ്റോക്കാരോടെല്ലാം പുണക്കം അത്രേ. അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ മറ്റോ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു, അത് ഞാൻ വായിക്കാം. ഓൾ ദോസ് കൺട്രീസ് ദാറ്റ് ക്യാൻ ഗെറ്റ് ജെറ്റ് ഫ്യൂവൽ ബിക്കോസ് ഓഫ് ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്, ലൈക്ക് ദ യുണൈറ്റഡ് കിങ്ഡം, which refused to get involved in the decapitation of Iran, I have a suggestion for you. Number 1, buy from the US, we have plenty. And number 2, build up some delayed courage, go to the strait and just take it. You will have to start learning how to fight for yourself. The USA won't be there to help you anymore, just like you weren't there for us. Iran has essentially decimated. The hard part is done. Go, get your own oil. പോയി എണ്ണേറാ മക്കളെ. സ്ട്രൈറ്റ് ഓഫ് ഹോർമിസ് തുറക്കാൻ വരാത്ത ബ്രിട്ടനെ പോലുള്ള രാജ്യങ്ങളോട് എനിക്ക് 2 നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ അമേരിക്കയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുക. പുള്ളിയുടെ കയ്യിൽ ഒത്തിരി ഓയിലുണ്ട്. പുള്ളി ഓയിൽ ഓവർ സ്റ്റോക്ക് ഉള്ള ആളാണ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ. വല്ല രാജ്യത്തു നിന്നൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഓയില. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഏതെങ്കിലും കള്ളൻ മോഷ്ടിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റോർ കണ്ടിട്ടുണ്ടോ? അത് അമേരിക്കയിലേക്ക് നോക്കിയാൽ മതി. വെനിസലയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടൊക്കെ വരുന്ന എണ്ണ വിൽക്കുക എല്ലാ രാജ്യങ്ങൾക്ക്. ഇനി അതുപോലെ ഇറാന്റെയും മോഷ്ടിക്കാന്. നമ്പർ 2, ബിൽഡപ്പ് സം ഡിലേഡ് കറേജ്. വൈകിപ്പോയ ധൈര്യത്തെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് നേരെ ഹോർമിസ് കടലിടുക്കിലേക്ക് ചെല്ലുക, എന്നിട്ട് എടുക്കുക. എന്നിട്ടോ ബാക്കിയുള്ള ഭാഗം നമ്മളിലെ മക്കളോടും ഭാര്യയോടും ഒക്കെ പറയുന്നതാണ്. അവനവൻ ജീവിക്കാൻ പഠിക്കണം, സ്വന്തം നിലയിൽ നിലനിൽക്കാൻ പഠിക്കണം. അമേരിക്ക നിനക്കിനി ഒന്നും ചെയ്തു തരില്ല. അമേരിക്ക നിനക്കിനി ഒന്നും ചെയ്തു തരില്ല. ഞങ്ങളുടെ ഇറാനിലെ ജോലി കഴിഞ്ഞു, ഏറ്റവും കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ പൂർത്തിയാക്കി. ഇനി അതുകൊണ്ട് നിങ്ങൾ പോയി തനിയെ കണ്ടെത്തി ജീവിച്ചോളാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി മൊബൈലും അണച്ച് ഒരു പുതപ്പെടുത്തിട്ട് പുതച്ച് കിടന്നങ്ങുറങ്ങുക. പുള്ളി ആരെല്ലാം ചെന്ന് വിളിച്ചിട്ടും തുറക്കുന്നില്ല. ചോറും ഉണ്ടില്ല, ചായയും കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. എല്ലാവരും ചെന്ന് വിളിക്കുന്നുണ്ട് വൈറ്റ് ഹൗസിൽ, ഒന്ന് കണ്ണ് തുറക്കെന്നും പറഞ്ഞു. ഇല്ല, പുള്ളി ആകെ പറഞ്ഞത് 3 മണിക്കെങ്ങാണ്ട് ആ പുതപ്പ് മാറ്റിയിട്ട് പറഞ്ഞെന്ന് ഞാൻ പുണക്ക വന്നു. എന്നിട്ട് വീണ്ടും പുള്ളി ഉറങ്ങും.